السلام عليكم ورحمة الله وبركاته. الحمد لله وكفى، والسلام على عباده الذين اصطفى، وعلى آله وأصحابه أهل الصدق والوفاء. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أذن للذين يقاتلون بأنهم ظلموا وإن الله على نصرهم لقدير. صدق الله العلي العظيم. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ഇന്നത്തെ നമ്മുടെ വിഷയം ഇസ്ലാമിലെ പ്രതിരോധ സമരങ്ങൾ, ഇസ്ലാമിലെ യുദ്ധങ്ങൾ. പരിശുദ്ധ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ശത്രുക്കൾ ശ്രമിച്ചപ്പോൾ സ്വാഭാവികമായുണ്ടായ ആത്മരക്ഷാർത്ഥമുള്ള പ്രതിരോധങ്ങളാണ് പരിശുദ്ധ ഇസ്ലാമിലെ യുദ്ധങ്ങൾ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ 13 കൊല്ലം പ്രവാചകത്വത്തിനു ശേഷം ജീവിച്ചു. ആ കാലഘട്ടത്തിൽ ഒരുപാട് ആക്രമണങ്ങൾ നേരിട്ടു. എല്ലാം ക്ഷമയോടെ സഹിച്ചു. ബഹുമാനപ്പെട്ട ഖുദാമത്ത് ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഏതാനും യുവാക്കൾ മക്കക്കാരുടെ ഈ അക്രമങ്ങൾക്ക് തിരിച്ചടി നൽകട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അഭ്യർത്ഥിച്ചിരുന്നു, അനുമതി ചോദിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ക്ഷമിക്കാനാണ് പറഞ്ഞത്. കാരണം മുസ്ലിമീങ്ങൾ അവിടെ ന്യൂനപക്ഷമായിരുന്നു, മഹാഭൂരിപക്ഷവും അവിശ്വാസികളായിരുന്നു. ആ സമയത്ത് ആയുധമെടുക്കുന്നത് ആത്മഹത്യാപരമായിരിക്കുമെന്ന് മനസ്സിലാക്കി ഇസ്ലാം അവിടെ ജിഹാദിന്, യുദ്ധത്തിന്, തിരിച്ചടിക്ക് അനുമതി നൽകിയില്ല. പിന്നീട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ വന്നു. അള്ളാഹുവിന്റെ സഹായം കൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്നു. അതേസമയം പരിശുദ്ധ ഇസ്ലാമിന് ശത്രുക്കളും വർദ്ധിച്ചു. ശത്രുക്കൾ പലവിധ ആക്രമണങ്ങൾക്കും കോപ്പുകൂട്ടി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും ആയുധമെടുത്തു. ആയുധമെടുക്കാൻ അള്ളാഹുവിന്റെ അനുമതി ലഭിച്ചു. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ളുലിമു വഇന്ന അല്ലാഹ അലാ നസ്രിഹിം ലഖദീർ. ഈ ആയത്താണ് യുദ്ധം അനുവദിച്ചുകൊണ്ടുള്ള അള്ളാഹുവിന്റെ കൽപ്പന. ആക്രമിക്കപ്പെട്ടവർക്ക് തിരിച്ചടിക്കാൻ അനുമതി നൽകിയിരിക്കുന്നു എന്നാണ് അള്ളാഹു പറഞ്ഞത്. അങ്ങനെ ഹിജ്റയുടെ 2-ാം വർഷം സഫർ മാസത്തിലാണ് ഈ ആയത്ത് ഇറങ്ങുന്നത്. അതിനോടനുബന്ധിച്ച് ചെറിയ ചില പോരാട്ടങ്ങളും പോരാട്ട ശ്രമങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആദ്യമായി നടന്ന പ്രധാന യുദ്ധം ബദർ യുദ്ധമായിരുന്നു. ഹിജ്റയുടെ 2-ാം വർഷം പരിശുദ്ധ റമദാൻ മാസത്തിൽ നടന്ന ആ ഒരു ബദർ യുദ്ധം, അപ്രതീക്ഷിതമായാണ് ആ യുദ്ധം സംഭവിച്ചത്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് മുസ്ലിമീങ്ങൾ അവിടുന്ന് രാജ്യം വിട്ടു പോന്നപ്പോൾ മുസ്ലിമീങ്ങളുടെ സമ്പത്തെല്ലാം അവർ കൈയടക്കിയിരുന്നു. മാത്രമല്ല, അവർ സാമ്പത്തികമായ ശേഷി സമാഹരിച്ച് മദീന, ഇസ്ലാമിന്റെ ആസ്ഥാനമായ മദീന തകർക്കുവാനും ഇസ്ലാമിനെ എന്നേക്കുമായി നശിപ്പിക്കുവാനുമുള്ള കോപ്പുകൾ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ അവർ നടത്തുകയായിരുന്നു.
ഏതു സമയവും മദീനയെ ആക്രമിക്കാൻ അവർ സന്നദ്ധരായിരുന്ന ഒരു കാരണം ലഭിക്കാൻ ഇരിക്കുകയായിരുന്നു. ഈ സമയത്താണ് അവർക്ക് വലിയ സാമ്പത്തിക സ്രോതസ് സഹായകമായിരുന്ന അബൂ സുഫിയാന്റെ ഒട്ടക സംഘം ഷാമിൽ നിന്ന് സിറിയയിൽ നിന്ന് വരുന്ന സഹാബാക്കൾ അറിഞ്ഞത്, വിശ്വാസമാത്തങ്ങൾ അറിഞ്ഞത്. അവരെ തടയാൻ വേണ്ടി പുറപ്പെട്ടു. അബൂ സുഫിയാനെ തടയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അനുയായികളും പുറപ്പെട്ടു എന്ന വിവരം അറിഞ്ഞപ്പോ ഇത് തന്നെയാണ് ഇസ്ലാമിനെ തകർക്കാൻ പറ്റിയ അവസരമെന്ന് മനസ്സിലാക്കി 1000-ഓളം ആളുകൾ സർവായുധ വിഭൂഷിതരായി എല്ലാ ഒരുക്കങ്ങളോടുകൂടി ബദറിലേക്ക് അവർ പുറപ്പെടുകയാണ്. അബൂ സുഫിയാൻ മക്കയിലേക്ക് മറ്റൊരു വഴിയിലൂടെ രക്ഷപ്പെട്ടിട്ടും അബൂജഹലും പാർട്ടിയും അവർ പിന്മാറാൻ തയ്യാറായില്ല. മക്ക മുസ്ലിമീങ്ങളെ ഒരു പാഠം പഠിപ്പിച്ചിട്ടേ അടങ്ങൂ എന്നുള്ള അവർ ദുർവാശിയോടുകൂടി അവർ മദീനയിലേക്ക് പുറപ്പെടുകയാണ്. അങ്ങനെ ബദറിൽ തമ്പടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും അവരും ബദറിലെത്തി. ചരിത്രത്തിലെ ഏറ്റവും വിജയകരമായ ഒരു യുദ്ധമായി ആ ബദർ പര്യവസാനിപ്പിച്ചു. ബദർ യുദ്ധത്തോടുകൂടി മക്ക മുശ്രിക്കീങ്ങളുടെ നട്ടെല്ല് തകരുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. മുസ്ലിമീങ്ങൾക്ക് അവർ നിരായുധരായിട്ടും അള്ളാഹുവിന്റെ സഹായം കൊണ്ട്, വിശ്വാസത്തിന്റെ പവർ കൊണ്ട് അവർ വലിയ വിജയം നേടി. ബദറിൽ നേടിയ ആ വിജയം അത് പിന്നീടുള്ള എല്ലാ വിജയങ്ങളുടെയും അടിസ്ഥാനമായി. രണ്ടാമത് പ്രധാനപ്പെട്ട യുദ്ധം നടന്നത് ഖന്തഖിലാണ്. ഖന്തഖ് യുദ്ധം അത് വലിയൊരു പാഠമാണ് മുസ്ലിം ഉമ്മത്തിന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പന ധിക്കരിച്ചാൽ നാം എത്ര നല്ലവരാണെങ്കിലും എത്ര ഉന്നതരാണെങ്കിലും നമുക്ക് പരാജയം രുചിക്കേണ്ടി വരുമെന്നുള്ള വലിയ പാഠം ഉഹദിലൂടെ അള്ളാഹു നൽകുകയാണ്. ഉഹദ് യുദ്ധത്തിന്റെ തുടക്കവും ഒടുക്കവും മുസ്ലിമീങ്ങൾക്ക് വിജയം തന്നെയായിരുന്നു. കാരണം ആ ഉഹദ് യുദ്ധത്തിൽ ഒരു യുദ്ധ തടവുകാരെയും മുസ്ലിമീങ്ങൾ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ അതിന്റെ ഇടയിൽ വലിയൊരു തകർച്ച, നഷ്ടം മുസ്ലിമീങ്ങൾക്ക് ഉണ്ടായി, സത്യവിശ്വാസികൾക്കുണ്ടായി. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പന ധിക്കരിച്ചതിന്റെ പേരിലായിരുന്നു. ജബലുർ റുമാത്ത് എന്ന് പറയുന്ന ആ പർവ്വതത്തിന്റെ മുകളിൽ 50 വില്ലാളി വീരന്മാരെ, അമ്പെയ്ത്തുകാരെ റസൂൽ നിയോഗിച്ചിരുന്നു. യുദ്ധക്കളത്തിൽ ഞങ്ങൾ ജയിച്ചാലും തോറ്റാലും നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് കൽപ്പിച്ചിരുന്നു. അവർക്കൊരു നേതൃത്വം റസൂൽ കൊടുത്തിരുന്നു. അങ്ങനെ യുദ്ധം കൊടുമ്പിരി കൊണ്ടു. ശത്രുക്കൾ പേടിച്ചോടി. അവർ തങ്ങളുടെ സമ്പത്തുമെല്ലാം ഇട്ടേച്ചുകൊണ്ട് അവർ ഓടിയപ്പോ ആ യുദ്ധത്തിൽ വിജയിച്ച അവിടുത്തെ മുസ്ലിമീങ്ങൾ ആ യുദ്ധാനന്തരം ഇതിൽ മുതൽ പെറുക്കിക്കൂട്ടാൻ വേണ്ടി ആ യുദ്ധ മൈതാനിയിലേക്ക് ഇറങ്ങി വന്നു. ഇത് കണ്ട ഈ ജബലുർ റുമാത്തിൽ നിന്ന 50 ആളുകൾ അവരും ഇറങ്ങി വന്നു. അവരുടെ നേതാവ് അബ്ദുള്ള വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ ഇവിടെ നിൽക്കാൻ പറഞ്ഞതാണ്, നിങ്ങൾ പോവരുത്. പക്ഷേ ആ ഒരു യുദ്ധം വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇവിടെ എന്തിനു നിൽക്കണമെന്നുള്ള ആ ചിന്തയിൽ പല ആളുകളും ആ മലയിൽ നിന്ന് ഇറങ്ങി വന്നു. പക്ഷേ പിന്നീട് ഖാലിദ് വലീദ്, അദ്ദേഹം ഒന്നും മുസ്ലിമായിട്ടില്ല, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ മലയുടെ പിന്നിലുള്ള ശത്രുക്കൾ വരികയും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മുസ്ലിങ്ങൾ എത്തിച്ചേരുകയും ചെയ്തു. ആ യുദ്ധത്തിൽ വെച്ചുകൊണ്ട് മഹാനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട മിസ്അബ് ഇബ്നു ഉമർ റളിയല്ലാഹു അടക്കം 70 ആളുകൾ ഷഹീദായി. ബഹുമാനപ്പെട്ട നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പന ധിക്കരിച്ചതിന്റെ പേരിലാണ് ഈ വലിയ നഷ്ടം മുസ്ലിമീങ്ങൾക്കുണ്ടായത്. എന്നാൽ ഈ ഉഹുദിൽ സംഭവിച്ച ഈ താൽക്കാലികമായ പരാജയവും നഷ്ടവും അത് വിലയിരുത്തുകയും അതിലെ പാഠം ഉൾക്കൊള്ളുകയും അതിലെ കുറവുകൾ പരിഹരിക്കുകയും ചെയ്തപ്പോൾ പിന്നീട് എല്ലാ യുദ്ധങ്ങളിലും ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിജയിച്ച ചരിത്രമാണ് പിന്നീട് കേൾക്കാൻ കഴിഞ്ഞത്. അപ്പോൾ താൽക്കാലികമായ ഒരു പരാജയം അതിലുണ്ടായാലും പിന്നീടുള്ള ഒരുപാട് വിജയങ്ങൾക്ക് ആ ഉഹുദും കാരണമാകുന്നതാണ് ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. അതുപോലെ മക്കാ മുശ്രിക്കീങ്ങളുടെ ഏറ്റവും അവസാനത്തെ വലിയൊരു ശ്രമമായിരുന്നു ഖന്തഖ് യുദ്ധം. ബദർ യുദ്ധത്തിലും ഉഹദ് യുദ്ധത്തിലും ഏതാനും ചില ഗോത്രങ്ങൾ മാത്രമാണ് പങ്കെടുത്തതെങ്കിൽ
ഖന്തഖ് യുദ്ധത്തിൽ 10,000-ഓളം ആളുകൾ അറേബ്യയിലെ വിവിധ തങ്ങളോട് ശത്രുതയുള്ള ഏതെല്ലാം ഗോത്രങ്ങളുണ്ടോ ആ ഗോത്രങ്ങളുടെയൊക്കെ പ്രതിനിധികളടങ്ങുന്ന വിവിധ ഗോത്രങ്ങളടങ്ങുന്ന വലിയൊരു സൈനിക വ്യൂഹമാണ് സർവസന്നാഹവുമായി അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ മദീനയിലേക്ക് കുതിച്ചത്. ബഹുമാനപ്പെട്ട സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ നിർദ്ദേശപ്രകാരം മദീനയ്ക്ക് ചുറ്റുഭാഗത്തും കിടങ്ങ് വിളിച്ചു. മദീനയുടെ ഒരു ഭാഗത്ത് നിറയെ ഉഹുദ് വലയാണ്, അത് മറികടന്നു വരാൻ പ്രയാസമാണ്. എന്നാൽ അവർ ശത്രുക്കൾ വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ കിലോമീറ്ററുകളോളം വലിയ കിടങ്ങ് വിളിച്ചു. അറബികൾക്ക് പരിചയമില്ലാത്തൊരു യുദ്ധമുറയായിരുന്നു കിടങ്ങ്. ആ കിടങ്ങിന്റെ അപ്പുറത്ത് വിട്ട് അവർക്ക് ഇങ്ങോട്ട് മാർച്ച് ചെയ്യാൻ സാധിച്ചില്ല. ഇടയ്ക്കിടെ ചില അമ്പെയ്ത്തുകളും ചില ആക്രമണങ്ങളൊക്കെ ഉണ്ടായി, ചില ആളുകളൊക്കെ അതിൽ കൊല്ലപ്പെടുകയും ചെയ്തു. എന്നാൽ അവർ അവിടെ ഒരു ഉപരോധം ഏർപ്പെടുത്തി ആ ഒരു കിടങ്ങിന്റെ സമീപത്ത് അവർ ദിവസങ്ങളോളം കഴിച്ചുകൂട്ടി. അവസാനം കൊടുങ്കാറ്റ് വന്ന് ഈ ശത്രുക്കളുടെ സങ്കേതം നശിപ്പിക്കപ്പെട്ടു. അവർ പരാജയം സമ്മതിച്ച് അവർ പിന്മാറിപ്പോയി. ഇങ്ങനെ മക്ക മുശ്രിക്കീങ്ങളും അല്ലാത്തവരും ശത്രുക്കളെല്ലാം സംഘടിച്ചു വന്നപ്പോ മുസ്ലിമീങ്ങൾ വളരെ ന്യൂനപക്ഷമായിരുന്നു. ബലവത്തുൽ ഖുലൂബുൽ ഹനാജിറ എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനിൽ. മുസ്ലിമീങ്ങൾ ഭയവിഹ്വലരായി, അവർ ആകെ പേടിച്ചുറച്ചു. ഒരു സംഭവം, വല്ലാത്തൊരു അനുഭവമായിരുന്നു ഖന്തക്കിലുണ്ടായിരുന്നത്. ഇങ്ങനെ മക്ക മുശ്രിക്കീങ്ങൾ പുറത്തുനിന്ന് എല്ലാവിധ സജ്ജീകരണങ്ങളും വന്നപ്പോ തങ്ങളുമായി കരാറിൽ ഏർപ്പെട്ടിരുന്ന സമാധാന കരാറിൽ ഏർപ്പെട്ടിരുന്ന മദീനയെ വലിയ ബനൂ ഖുറൈളക്കാർ അവർ ഈ അവസരത്തിൽ റസൂലുള്ളാഹിന്റെ കൂടെ നിൽക്കുന്നതിന് പകരം അവർ മുശ്രിക്കീങ്ങളുടെ കൂടെയാണ് നിന്നത്. കൊടിയ വഞ്ചനയായിരുന്നു അവർ ചെയ്തിരുന്നത്. കാരണം മദീനയിൽ ഇനി പെണ്ണുങ്ങളും കുട്ടികളും മാത്രമാണുള്ളത്. പുരുഷന്മാരെല്ലാവരും യുദ്ധത്തിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പുറത്തുനിന്ന് മക്കാ മുശ്രിക്കീങ്ങൾ മുസ്ലിമീങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുമ്പോൾ അകത്തുനിന്ന് ബനൂ ഖുറൈളക്കാർ മുസ്ലിമീങ്ങളുടെ പെണ്ണുങ്ങൾക്കെതിരെ, കുട്ടികൾക്കെതിരെ, അതുപോലെ മദീനയിലെ ആളുകൾക്കെതിരെ അവർ ഉള്ളിൽ നിന്ന് ആഭ്യന്തര കലാപം ഉണ്ടാക്കാനോ അവർ ശ്രമം നടത്തി. കൊടിയ വഞ്ചന അവർ ചെയ്തപ്പോൾ ഖന്തഖ് യുദ്ധത്തിൽ ശത്രുക്കൾ പേടിച്ചോടിയതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തും ബനൂ ഖുറൈളയിലേക്ക് മാർച്ച് ചെയ്തു. അങ്ങനെ അവരുടെ കൊടിയ വഞ്ചനക്ക് കടുത്ത ശിക്ഷ തന്നെ അവർക്ക് നൽകി എന്നാണ് ചരിത്രം പറയുന്നത്. ഇങ്ങനെ ഈ ഖന്തഖ് യുദ്ധത്തോടുകൂടി ദേശീയ തലത്തിലുള്ള അറേബ്യൻ ദേശീയ തലത്തിലുള്ള ആക്രമണങ്ങൾക്ക് വലിയൊരു പ്രതിരോധം അവിടെ സൃഷ്ടിക്കപ്പെട്ടു. അവർ പരാജയം വിധിച്ചു. ബനൂ ഖുറൈളക്കാർ അവരെ യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തി. അവർക്ക് ആവശ്യമായ ശിക്ഷാ നടപടികൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആഭ്യന്തരമായ കലാപത്തിനും കുറച്ച് ശമനമുണ്ടായി. എന്നാൽ ഈ അന്താരാഷ്ട്ര തലത്തിലുള്ള ശത്രുക്കളുണ്ട്, റോമക്കാരും പേർഷ്യക്കാരും. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തിന്റെയും നീക്കത്തെ നിരീക്ഷിക്കുകയായിരുന്നു. അങ്ങനെ മദീനയെ ആക്രമിക്കാൻ റോമൻ സൈന്യം വലിയ സന്നാഹം നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തബൂക്കിലേക്ക് പോയി. മദീനയിൽ നിന്ന് ഏകദേശം 500 കിലോമീറ്ററോളം ദൂരമുള്ള ഏറ്റവും ദുർഘടമായ സഞ്ചാരപാതയുള്ള ആ തബൂക്കിലേക്ക് മാർച്ച് ചെയ്യുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാന കാലഘട്ടത്തിൽ. പക്ഷെ അവിടെ ഏറ്റുമുട്ടലുണ്ടായില്ല, അവർ പിന്മാറുകയാണ് ഉണ്ടായത്. പിന്നീട് മൂത്തത്തിൽ എടാങ്കളത്തിലും റോമക്കാർക്കെതിരെ യുദ്ധമുണ്ടായിട്ടുണ്ട്. ഏതായിരുന്നാലും 3 തരം ശത്രുക്കളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ഒന്ന് മക്ക ആസ്ഥാനമായുള്ള അറബിയിലെ ശത്രുക്കൾ, അറേബ്യൻ രാജ്യത്തെ ശത്രുക്കൾ. മറ്റൊന്ന് മദീനയിൽ തന്നെ ഉണ്ടായിരുന്ന ബനൂ ഖുറൈള, അതുപോലെ തന്നെ ബനൂ നദീർ തുടങ്ങിയ ആളുകളും ഇങ്ങനെയുള്ള ആഭ്യന്തരമായ ശത്രുക്കൾ. ഈ ആഭ്യന്തര ശത്രുതയെ അടിച്ചമർത്തുന്നതിന്റെ ഭാഗമായാണ്, അതിനെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമാണ് ഖൈബർ യുദ്ധമൊക്കെ ഉണ്ടാകുന്നത്. ഒന്ന് അന്താരാഷ്ട്ര തലത്തിലുള്ള ശത്രുക്കളായിരുന്നു, റോമ പേർഷ്യൻ സാമ്രാജ്യങ്ങളായിരുന്നു ആ ശത്രുക്കൾ. അവർക്കെതിരെയുള്ള പോരാട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനം ആരംഭിച്ചു. ഖുലഫാഉ റാഷിദീങ്ങളുടെ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഇരു സാമ്രാജ്യങ്ങളും തകർത്തെറിഞ്ഞു. ആ ഒരു
തകർത്തെറിഞ്ഞു. ആ ഒരു ശത്രുതയും അവിടെ അടിച്ചമർത്തപ്പെടുകയാണ്. അങ്ങനെ പരിശുദ്ധ ഇസ്ലാം ലോകത്ത് വ്യാപിക്കുകയാണ്. ബഹുമാനപ്പെട്ട നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും പരിശുദ്ധ ഇസ്ലാമിന്റെ സംരക്ഷണത്തിന് വേണ്ടി അവർ പടപൊരുതി, അവർ പരിശുദ്ധ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി അവർ ആത്മരക്ഷാർത്ഥവും ഇസ്ലാമിന്റെ പ്രതിരോധത്തിന് വേണ്ടി അവർ സധീരം പോരാടി. അങ്ങനെ ഇസ്ലാം പടർന്ന് പന്തലിക്കാൻ തുടങ്ങി. ഇസ്ലാമിന്റെ സന്ദേശം ലോകത്ത് വ്യാപിക്കാൻ തുടങ്ങിയപ്പോൾ ആളുകൾ ഇസ്ലാമിലേക്ക് കൂട്ടം കൂട്ടമായി വന്നു. ആളുകൾ വഫാത്താവുന്നതിനോടനുബന്ധിച്ച് ഏകദേശം അറേബ്യ മുഴുവനും ഇസ്ലാമിന്റെ കീഴിൽ വന്നു. വിശ്വാസമാത്തങ്ങളുടെ വഫാത്തിന് ശേഷം അബൂബക്കർ റളിയല്ലാഹു ഉമർ റളിയല്ലാഹു കാലഘട്ടത്തിൽ ഒരുപാട് സാമ്രാജ്യങ്ങൾ, ഒരുപാട് രാജ്യങ്ങൾ, ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും നിരവധി രാജ്യങ്ങൾ ഇസ്ലാമിന്റെ കീഴിൽ വരികയുണ്ടായി. ഇസ്ലാമിന്റെ നന്മ കണ്ടുകൊണ്ടാണ് അവരൊക്കെ ഇസ്ലാമിലേക്ക് വന്നത്. കേവലം യുദ്ധം ചെയ്തുകൊണ്ടല്ല ഇസ്ലാം രാജ്യങ്ങളെ വെട്ടിപ്പിടിച്ചത്. ഒരു പ്രമുഖ ചിന്തകൻ പറഞ്ഞതുപോലെ, ഇറ്റ് ഈസ് റോങ് ടു സേ ദാറ്റ് ഇസ്ലാം വാസ് സ്പ്രെഡ് വിത്ത് സ്വോർഡ്. ഇസ്ലാം വാളുകൊണ്ടാണ് പ്രചരിപ്പിക്കപ്പെട്ടത് എന്നുള്ള പ്രചാരണം വളരെ തെറ്റായ പ്രചാരണമാണ്. It is unestablished fact that sword was used for the propagation of Islam. ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി വാൾ ഉപയോഗിക്കപ്പെട്ടു എന്നുള്ളത് അടിസ്ഥാനരഹിതമായ ഒരു ആരോപണമാണ്. If a religion can spread with sword, let someone come forward and do so now. ഏതെങ്കിലും മതം വാളുകൊണ്ട് പ്രചരിപ്പിക്കാൻ കഴിയുമെങ്കിൽ ആരെങ്കിലും മുന്നോട്ട് വന്ന് കാണിച്ചു തരട്ടെ. ആയുധം കൊണ്ട് ഒരാശയം പ്രചരിപ്പിക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ആശയ പ്രചരണത്തിന് വേണ്ടിയല്ല ആയുധമെടുത്തത്, പ്രതിരോധത്തിന് വേണ്ടിയാണ് ഇസ്ലാമിന്റെ യുദ്ധങ്ങൾ എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ബഹുമാനപ്പെട്ട നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന സംഭവിച്ച യുദ്ധങ്ങളും യുദ്ധശ്രമങ്ങളും നിരവധി ഉണ്ടായിട്ടുണ്ടെങ്കിലും 1000-ന്റെയും 1500-ന്റെയും ഇടയിലുള്ള ആളുകൾ മാത്രമാണ് ഇരുപക്ഷത്തു നിന്നും കൊല്ലപ്പെട്ടിട്ടുള്ളത്. അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തീവ്രവാദിയാണെന്നും യുദ്ധക്കൊതിയാണെന്നും അതുപോലെ തന്നെ അക്രമകാരിയാണെന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ശത്രുക്കൾ, ഇസ്ലാമിന്റെ ശത്രുക്കൾ നടത്തിയ യുദ്ധങ്ങളിൽ എത്രയാണ് കൊല്ലപ്പെട്ടത്? റഷ്യൻ വിപ്ലവത്തിൽ 1 കോടി ആളുകൾ കൊല്ലപ്പെട്ടു. 1-ാം ലോക മഹായുദ്ധത്തിൽ 1,06,00,000 ആളുകൾ കൊല്ലപ്പെട്ടു. അതുപോലെ 2-ാം ലോക മഹായുദ്ധത്തിൽ കോടാനക്കോടികൾ കൊല്ലപ്പെട്ടു. പ്രത്യേകിച്ച് ജപ്പാന്റെ നാഗസാക്കിയിലും ഹിരോഷിമയിലും അണുബോംബ് വർഷിച്ച് ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും ഒരുപാട് തലമുറ ആ യുദ്ധത്തിന്റെ കെടുതി അനുഭവിക്കുകയും ചെയ്തു. കംബോഡിയയിൽ പോൾപോട്ട് 15 ലക്ഷം ആളുകളെ കൊന്നു. അതുപോലെ ജർമ്മനിയിൽ ഹിറ്റ്ലർ കൊന്ന ആളുകൾക്ക് കണക്കില്ല. ഇങ്ങനെ ഇന്നും ആധുനിക ലോകത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളും കൊലപാതകങ്ങളും അതൊക്കെ എണ്ണമറ്റ ലക്ഷങ്ങളെ കൊന്നൊടുക്കുകയാണ്. അതേസമയം പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് സംഭവിച്ച യുദ്ധങ്ങളിൽ ഇത്തരം ശത്രുക്കൾ നടത്തിയ യുദ്ധങ്ങളും താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ വളരെ തുച്ഛമായ ആളുകളാണ് ആ യുദ്ധങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. ലോകത്തിന് ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് ഒരിക്കലും ഇസ്ലാമിന്റെ ഈ യുദ്ധത്തെ എതിർക്കാനുള്ള ധാർമ്മികമായ ഒരു ന്യായം അവർക്കില്ല. കാരണം ഒരു കാരണവുമില്ലാതെ വലിയ അക്രമങ്ങൾ നടത്തി നിരപരാധികളെ കൊന്ന് കബന്ധങ്ങൾ കൂട്ടുന്ന ആളുകളാണ് പരിശുദ്ധ പ്രവാചകരുടെ ജീവിതകാലത്ത് നടന്ന വളരെ നിസ്സാരമായ സംഭവങ്ങളെ പർവ്വതീകരിച്ച് കാണിക്കുന്നത്. ഏതായിരുന്നാലും ആ യുദ്ധങ്ങൾ, ആ പോരാട്ടങ്ങൾ പരിശുദ്ധ ഇസ്ലാമിന്റെ നിലനിൽപ്പിനും ഇസ്ലാമിന്റെ വളർച്ചയ്ക്കും വലിയൊരു ഇന്ധനമായി എന്നുള്ളതാണ് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ പോരാട്ടങ്ങളെ അതിജയിച്ച് അവസാനം എല്ലാ ശത്രുക്കളെയും കീഴടക്കി മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങ് എവിടെ നിന്നാണ് പുറത്താക്കപ്പെട്ടത് ആ സ്ഥലത്തേക്ക് തന്നെ, മക്കയിലേക്ക് തന്നെ 10,000-ഓളം സഹാബത്തുമായി
മാർക്ക് ചെയ്യുന്ന ചരിത്ര സംഭവമാണ് പിന്നീട് ലോകം ദർശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പരിശുദ്ധ ദീനിന്റെ ആദർശം മുറുകെ പിടിച്ച് ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. രസകരവും കൗതുകവും വിജ്ഞാനപ്രദവുമായ വീഡിയോകൾ തുടർന്നും ലഭിക്കുവാൻ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ഐക്കൺ അമർത്തുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.